Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. Today, we start with Section 12, Amendment of Bylaw of Society. Subsection 1. No amendment of any bylaw of a society shall be valid unless such amendment has been registered under this Act. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഏത് ബൈലോ ആണെങ്കിലും അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വാലിഡ് ആവുള്ളൂ എന്നാണ്. അപ്പോൾ ഒരു വാലിഡ് ബൈലോ ആവണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്തത് സബ്സെക്ഷൻ 2. The provisions of Section 7 specifying the conditions to be satisfied before registration of the bylaws of a society by the registrar shall mutatis mutandis apply also to the registration of amendments to bylaws. സെക്ഷൻ 7 പറയുന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ രജിസ്ട്രാർക്ക് ബൈലോ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ബൈലോ അമെൻമെൻറ്റിൻ്റെ കാര്യത്തിലും. അതുപോലെ ഇതിനകത്തുള്ള ഒരു വേർഡാണ് മുട്ടാൻഡിസ്. അതൊരു ലാറ്റിൻ പദമാണ്. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ദി രജിസ്ട്രാർ ഷാൾ ബിഫോർ രജിസ്റ്ററിംഗ് ആൻ അമെൻമെൻറ്റ് ഓഫ് എനി ബൈലോ കൺസൾട്ട് the state cooperative union if the bylaws to be amended are that of an apex society or a central society, or the circle cooperative union if the bylaws that are to be amended are that of any other society, and the financing bank if the society is indebted to the financing bank. ഒരു അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ ബൈലോയാണ് അമെൻഡ് ചെയ്യേണ്ടതെങ്കിൽ രജിസ്ട്രാർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മറ്റ് സൊസൈറ്റികളാണെങ്കിൽ രജിസ്ട്രാർ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസിങ് ബാങ്കുമായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ 12 subsection 3. The registrar shall forward to the society a copy of the registered by amendment together with a certificate of registration signed and sealed by him, and such certificate shall be conclusive evidence that the amendment has been duly registered. ബൈലോ അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ സൈനും സീലും വെച്ച ഒരു സർട്ടിഫിക്കറ്റും ഇതിനോടൊപ്പം സൊസൈറ്റി കൊടുക്കും. ഇത് ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ട് സൂക്ഷിക്കാവുന്നതാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഡ്യൂലി രജിസ്റ്റേർഡ് ആണെന്നുള്ളതിന്. അടുത്തത് സബ്സെക്ഷൻ 4. Where the registrar refuses to register an amendment of the bylaws of a society, he shall communicate the order of refusal together with the reasons thereof within 7 days of the order to the society. ഇൻ കേസ് രജിസ്ട്രാർ അമെൻമെൻറ്റ് ഓഫ് ബൈലോയുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റീസൺ വെച്ചിട്ട് 7 ദിവസത്തിനുള്ളിൽ സൊസൈറ്റിയെ അറിയിക്കേണ്ടതാണ്. Section 12 subsection 4a. An application to register an amendment of the bylaws of a society shall be disposed of by the registrar within 90 days from the date of receipt of the same. Section 12 subsection 4b. Where an application to register an amendment of the bylaws of a society is not disposed of within the time specified in subsection 4a, the society may make a representation of the same. 4a പറയുന്നത് 90 ദിവസങ്ങളാണ് രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോ സമയം കൊടുക്കുന്നത് എന്നാണ്. ഇനി ആ സമയത്തിനുള്ളിൽ ചെയ്തു കൊടുത്തില്ല എങ്കിൽ സൊസൈറ്റിക്ക് റെപ്രസെൻറ്റേഷന് പോകാനുള്ള അധികാരവുമുണ്ട് എന്നുള്ളതാണ് 4b പറയുന്നത്. ആർക്കൊക്കെയാണ് നിവേദനം കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. Before the registrar of cooperative societies, if the application to register the amendment of the bylaws is made to a person on whom the powers of the registrar is conferred under subsection 2 of section 3. സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരം അധികാരം കൈമാറ്റം കിട്ടിയ രജിസ്ട്രാർക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തതെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കൊടുക്കേണ്ടത്.
അടുത്തത്, ബിഫോർ ദ ഗവൺമെൻറ് ഇഫ് ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ദ അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോ ഈസ് മെയ്ഡ് ബിഫോർ ദ രജിസ്ട്രാർ and the registrar or the government, as the case may be, shall within 60 days from the date of receipt of such representation issue directions to the authority concerned to dispose of the same. ഇനി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഗവൺമെൻറ്റിനാണ് നിവേദനം കൊടുക്കേണ്ടത്. ഈ ഗവൺമെൻറ്റിനായാലും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണെങ്കിലും അവർക്ക് നിവേദനം കിട്ടി 60 ദിവസത്തിനുള്ളിൽ ഇതിന് തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം ഉണ്ട്. അടുത്തത് സെക്ഷൻ 13, വെൻ അമെൻമെൻറ്റ്സ് ഓഫ് ബൈലോസ് കം ഇൻ ടു ഫോഴ്സ്. An amendment of the bylaws of a society shall, unless it is expressed to come into operation on a particular day, come into force on the day on which it is registered. അമെൻമെൻറ്റ് ഓഫ് ബൈലോ പ്രാബല്യത്തിൽ വരുന്നത് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 13A, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ്. Every cooperative society shall make its bylaws consistent with the provisions of this Act and rules, and no provision in the bylaws of a cooperative society shall be contrary to the provisions of the Act and the rules. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ KCS ആക്ടിനും റൂളിനും വിധേയമായിരിക്കണം എന്നുള്ളതാണ് 13A പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 14, amalgamation, transfer of assets and liabilities and division of societies. 14(1) പറയുന്നത്, a society may, with the prior approval of the registrar, by a resolution passed by a simple majority of the members present and voting at a general body meeting of the society, divide itself into 2 or more societies or transfer assets and liabilities. ഒരു സൊസൈറ്റിയെ 2 അതിലധികമോ ആയിട്ട് വിഭജിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ രജിസ്ട്രാറുടെ മുൻ അനുമതിയോടുകൂടി ജനറൽ ബോഡി കൂടി അതിൽ സിമ്പിൾ മെജോറിറ്റിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. സിമ്പിൾ മെജോറിറ്റി എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി 14(2) പറയുന്നത്, any 2 or more societies may, with the prior approval of the registrar, by a resolution passed by a simple majority of the members present and voting at a general body meeting of such society, amalgamate themselves and form a new society. ഇനി അമാൽഗമേഷൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. 2 അതിലധികമോ സൊസൈറ്റികളെ തമ്മിൽ അമാൽഗമേറ്റ് ചെയ്യണമെങ്കിലും രജിസ്ട്രാറുടെ പെർമിഷനോടുകൂടി ജനറൽ ബോഡി വിളിച്ചു കൂട്ടി സിമ്പിൾ മെജോറിറ്റിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അതും സാധ്യമാവുകയുള്ളൂ. അടുത്തത് സെക്ഷൻ 14 സബ്സെക്ഷൻ 3, the resolution of a society under subsection 1 or subsection 2 shall contain all particulars of the transfer, division or amalgamation as the case may be. ഒരു സൊസൈറ്റിയുടെ ട്രാൻസ്ഫർ ആവട്ടെ, ഡിവിഷൻ ആവട്ടെ, അമാൽഗമേഷൻ ആവട്ടെ സബ്സെക്ഷൻ 1ലും 2ലും പറഞ്ഞിരിക്കുന്ന പ്രകാരം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി സെക്ഷൻ 14 സബ്സെക്ഷൻ 4, when a society has passed any such resolution, it shall give notice thereof in writing to all its members and creditors, and notwithstanding the provisions of section 24 or any bylaw or contract to the contrary, any member or creditor shall within a period of 2 months from the date of service of the notice upon him have the option of withdrawing his shares, deposits or loans as the case may be. ഒരു സൊസൈറ്റിയുടെ ഡിവിഷനോ അമാൽഗമേഷനോ ഒക്കെ നടത്താൻ തീരുമാനിച്ച് റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ മെമ്പേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഒക്കെ അറിയിക്കേണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ അതിനകത്ത് കോൺട്രറി ആയിട്ട് വന്നാലും, അതായത് ഇപ്പോൾ സെക്ഷൻ 24 3 ഇയേഴ്സിനുള്ളിലേ ട്രാൻസ്ഫർ പറ്റുള്ളൂ ഷെയർസിൻ്റെ എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇതിന് ബാധകമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
എല്ലാ മെമ്പേഴ്സിനെയും അറിയിക്കണം. അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ 2 മാസത്തിനുള്ളിൽ അവരുടെ സമ്മതം അറിയിക്കുകയോ അല്ലെങ്കിൽ അവരുടെ എന്താണെന്ന് വെച്ചാൽ ഷെയർസ് വിത്ഡ്രോ ചെയ്യുകയോ ലോൺസ് ഉള്ളത് അടച്ചു തീർക്കുകയോ എന്താണെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായം അവർ അറിയിക്കേണ്ടതാണ്. സെക്ഷൻ 24 പറയുന്നത് 3 വർഷത്തിനുള്ളിലല്ല, 3 വർഷം കഴിഞ്ഞാലാണ് ഷെയർ വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സെക്ഷൻ 14 സബ്സെക്ഷൻ 5 എനി മെമ്പർ ഓർ ക്രെഡിറ്റർ ഹു ഡസ് നോട്ട് എക്സസൈസ് ഹിസ് ഓപ്ഷൻ വിതിൻ ദ പീരീഡ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 4 ഷാൽ ബി ഡീംഡ് ടു ഹാവ് ഗിവൺ ഹിസ് അസെന്റ് ടു ദ പ്രൊപ്പോസൽസ് കണ്ടെയ്ൻഡ് ഇൻ ദ റെസൊല്യൂഷൻ. സെക്ഷൻ 14 സബ്സെക്ഷൻ 4 പറയുന്നത് പോലെ 2 മാസത്തിനുള്ളിൽ ക്രെഡിറ്റേഴ്സോ മെമ്പേഴ്സോ മറുപടി ഒന്നും അറിയിച്ചില്ല എങ്കിൽ ഇതിന് അവർ സമ്മതമാണ്, അവർക്ക് എതിർപ്പൊന്നുമില്ല എന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിലെ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ നാഷണൽ ഹൈവേ പാസിംഗ് ത്രൂ തിരുവനന്തപുരം സിറ്റി. ആൻസർ NH66. Question number 2, synonyms of persuade. Answer induce, പ്രേരിപ്പിക്കുക. Next, question number 3, find out the wrong number in this series. 3, 4, 10, 32, 136, 685, 4116. Answer is 32. ഇവിടെ ആൻസർ കിട്ടുന്നത് ഫസ്റ്റ് നമ്പറായ 3 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 തന്നെ കിട്ടും. അതിനോട് 1 കൂട്ടുമ്പോൾ 4 കിട്ടും. ഇനി ഈ 4 2 മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. 8 2 കൂട്ടിയാൽ 10 കിട്ടും. അടുത്തത് 10 3 മൾട്ടിപ്ലൈ ചെയ്താൽ 30. അതിനോടുകൂടി 3 കൂട്ടിയാൽ 33 വരേണ്ടത്. പക്ഷേ ഇവിടെ ഈ സീരീസിൽ 32 ഇട്ടേക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് 32. Now your turn to answer question number 1. Which commission was appointed by the central government to examine issues related to center and state relations? Next question, synonyms of prologue. Next question, find out the wrong number in this series. Leave your answer in the comment box and stay tuned for the next episode. Thank you.